അല്ലല്ല വണ്ടി കന്നില്ലെങ്കിൽ കത്തിക്കുന്നാണ് അവൻ പറഞ്ഞത്. അപ്പൊ ഈ കൊച്ചു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് വണ്ടി എടുത്തോണ്ട് പോയി. പിന്നെ വണ്ടി ഒരാളുടെ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ വന്ന് വണ്ടി ഒരാളെ പിറ്റ് ചെയ്തിട്ട് വണ്ടി നിർത്തിയിട്ട് പറയാണ്, വണ്ടി നിർത്തിയിട്ട് ആള് പറയാണ് വണ്ടി തന്നിലേക്ക് ഒന്ന് കത്തിക്കുമെന്ന് പറയാം. അപ്പൊ ബ്രോ എന്താ പറയാ? ഞാൻ പറയാം എന്റെ വണ്ടിയാണെങ്കിൽ ഞാൻ പറയും അതൊന്ന് കാണണമല്ലോ. നാട്ടുകാരുടെ വണ്ടിയാണെങ്കിൽ ഞാൻ ഇറങ്ങി കൊടുത്തിട്ട് എടുത്തോണ്ട് പൊക്കോളാൻ പറയും. ബ്രോ മര്യാദക്ക് ഇറങ്ങാനേ പറഞ്ഞ ഇറങ്ങും ബ്രോ, മര്യാദ. അത് മര്യാദക്ക് പറയാൻ മോളെ, നീ വണ്ടി ഷോറൂമിൽ ഇറക്കിക്കൊണ്ട് പോകണല്ല, കട്ടുകൊണ്ട് പോകണതാ. നിന്റെ അടുത്ത് എന്ത് മര്യാദക്കാ പറയണ്ടേ? നീ ഷോറൂമിൽ ഇറക്കിക്കൊണ്ട് പോകണ വണ്ടിയല്ലത്, അത് മനസ്സിലാക്ക്. ഈ കുട്ടി തല്ല നിക്കുകയാണല്ലോ. കണ്ടോ കണ്ടോ കണ്ടോ, ഇന്ന് അനങ്ങുന്നുണ്ടോ? അവക്ക് അങ്ങ് തല്ലണം. കൊച്ച് പറയാനുള്ളൊരു ഇത് കാണിക്കണ്ടേ, എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയുള്ളൂ, അപ്പൊ തന്നെ വണ്ടി എടുത്തോണ്ട് പോയി. അല്ല അതുമല്ല, എന്തോ ആ കൊച്ചെന്തോ പറഞ്ഞു കത്തിക്കുമെന്നോ, അതെ എന്തോ കത്തിക്കൊന്നും പറഞ്ഞില്ല ബ്രോ. ബ്രോ അത് നിങ്ങളാണ് പറഞ്ഞത്. നമ്മള് നിങ്ങളെ ഞാൻ പറയട്ടെ ബ്രോ, ഫൈറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞോണ്ടാണ് നമ്മൾ അവിടെ വണ്ടി ഇട്ടിട്ട് നമ്മൾ പോയത്. ഫാമിലി ഇപ്പം സസ്പെൻഷനാണ് ജെൻ. മനസ്സിലായോ ബ്രോ? നമ്മളവിടെ ഫൈറ്റ് എടുക്കാൻ വയ്യാത്തോണ്ടാണ് നമ്മളവിടെ വണ്ടി അവിടെ ഇട്ടിട്ട് നമ്മൾ പോയത്. മനസ്സിലായി? നമ്മള് സംസാരിക്കാൻ വന്നപ്പോഴത്തേക്കും അത് ഞാൻ പറഞ്ഞുതരാം ബ്രോ. അത് പെട്ടെന്നുള്ള ഇതിലാണ് എടുത്തോണ്ട് പോയത്. മനസ്സിലായി? ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഹെൽത്തുകാരുടെ ഗ്യാങ്സിന്റെ അകത്തായിരുന്നു ബ്രോ. നമുക്ക് അവിടെ നിന്ന് സസ്പെൻഷൻ കിട്ടി. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇറങ്ങാൻ നേരത്താണ് അവർക്ക് സസ്പെൻഷൻ ഇല്ല, നമുക്കാണ് സസ്പെൻഷൻ. മനസ്സിലായത്? അപ്പം ഞാൻ ഇവിടെ പെട്ടെന്ന് വിളിച്ചിട്ട് ഇവിടെ പെട്ടെന്ന് എടുത്തോണ്ട് വന്നതാണ്. എടാ ഡാൻജി ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഡാൻജി നിന്റെ അടുത്താണ് വണ്ടി തരണം പറ്റത്തില്ല. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് വണ്ടി തരണം, ഇല്ലെങ്കിൽ അടിച്ചിട്ടിട്ട് പേര് ഗ്യാങ് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും വള്ളിയിട്ട് എവിടോ ഇപ്പൊ എത്തുന്നു വരാം. വണ്ടി തന്നില്ലെങ്കിൽ കത്തിക്കും, വണ്ടി എടുത്തോണ്ട് പോയപ്പോ വണ്ടി തന്നില്ലെങ്കിൽ കത്തിക്കും. എന്താ അല്ലല്ല വണ്ടി തന്നില്ലെങ്കിൽ കത്തിക്കും എന്നാണ് അവൻ പറഞ്ഞത്. അപ്പൊ ഈ കൊച്ചു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് വണ്ടി എടുത്തോണ്ട് പോയി. പിന്നെ വണ്ടി ഒരാളുടെ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ വന്ന് വണ്ടി ഒരാളെ പിറ്റ് ചെയ്തിട്ട് വണ്ടി നിർത്തിയിട്ട് പറയാണ്, വണ്ടി നിർത്തിയിട്ട് ആള് പറയാണ് വണ്ടി തന്നിലേക്ക് ഒന്ന് കത്തിക്കുമെന്ന് പറയാം. അപ്പൊ ബ്രോ എന്താ പറയാ? ഞാൻ പറയാം എന്റെ വണ്ടിയാണെങ്കിൽ ഞാൻ പറയും അതൊന്ന് കാണണമല്ലോ. നാട്ടുകാരുടെ വണ്ടിയാണെങ്കിൽ ഞാൻ ഇറങ്ങി കൊടുത്തിട്ട് എടുത്തോണ്ട് പൊക്കോളാൻ പറയും. ബ്രോ മര്യാദക്ക് ഇറങ്ങാനേ പറഞ്ഞ ഇറങ്ങും ബ്രോ, മര്യാദ. അത് മര്യാദക്ക് പറയാൻ മോളെ, നീ വണ്ടി ഷോറൂമിൽ ഇറക്കിക്കൊണ്ട് പോകണല്ല, കട്ടുകൊണ്ട് പോകണതാ. നിന്റെ അടുത്ത് എന്ത് മര്യാദക്കാ പറയണ്ടേ? നീ ഷോറൂമിൽ ഇറക്കിക്കൊണ്ട് പോകണ വണ്ടിയല്ലത്, അത് മനസ്സിലാക്ക്. ഞാൻ ചൂടാവണല്ല, കാര്യം പറഞ്ഞു തന്നെയാണ്. വണ്ടി നിർത്തി സംസാരിച്ചപ്പോഴത്തേക്കും നിങ്ങൾ അവിടെ ഞാൻ സംസാരിക്കാൻ വന്നപ്പോഴത്തേക്കും നിങ്ങൾ അവിടെ നിന്ന് അടി തുടങ്ങി. മനസ്സിലായോ? പിന്നെ ഇമ്മാതിരി വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ അപ്പൊ നമ്മള് അവിടെ വണ്ടി ഇട്ടിട്ട് നമ്മള് പോയി. മനസ്സിലായോ? എടാ ഇത്രേ ഉള്ളൂ. നമ്മുടെ അടുത്തുനിന്ന് പറഞ്ഞു നമ്മളെ കട്ടുകൊണ്ട് പോയ വണ്ടി തിരിച്ചു തരാൻ കന്നില്ലേ കത്തിക്കൂന്ന് പറഞ്ഞു. അതിനകത്ത് ആള് പറയുവാണ് അങ്ങനെ ഒന്ന് കാണണോന്ന് പറയുവാണെങ്കിൽ വെല്ലുവിളിച്ചല്ലേ ഇത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊന്നു കത്തിച്ചിട്ട് തന്നെയെന്നുള്ള രീതിയിലാണ് അവിടെ അടിച്ചു തുടങ്ങിയത്. ബ്രോ അത് വെല്ലുവിളിയാണ്, അത് മനസ്സിലാക്ക്. അത് വെല്ലുവിളിയാണ്. നിന്റെ വണ്ടി ഒരുത്തർ എടുത്തോണ്ട് പോയി. ഞാൻ പറയട്ടാ, നമ്മള് മര്യാദക്ക് ആദ്യം നിങ്ങൾ ചോദിച്ചില്ല. വണ്ടി നടന്ന് പുറമേ നടന്ന് പറഞ്ഞു നിർത്തി വണ്ടി നിർത്തി. ഇല്ലല്ലോ ലാസ്റ്റ് പറഞ്ഞു. ബ്രോ ഞാൻ പറയട്ടെ, എന്തോ നമുക്കിപ്പോ സസ്പെൻഷൻ ആണ്. അപ്പം നമ്മള് ഞാൻ ലാസ്റ്റ് അതൊന്നും അറിയണ്ട മച്ചാനെ, നമ്മള് വണ്ടിയുടെ കാര്യം ചോദിക്കുന്നത്. ഓക്കെ ബ്രോ, ഞാൻ പറഞ്ഞു ഫുള്ളും വരട്ടെ ബ്രോ. അപ്പൊ നമുക്ക് സസ്പെൻഷൻ എന്ന് വെച്ചാൽ സംഭവം വെച്ചാൽ ഗ്യാങ്സിന്റെ അകത്തായിരുന്നു. അപ്പൊ ഞാൻ വേറൊരു ഗ്യാങ്സിന്റെ അകത്തായിരുന്നു. മനസ്സിലായി ബ്രോ?
അപ്പൊ അവിടെ നിന്ന് ഇറങ്ങണ സ്ഥിതിക്ക് ഞാൻ പെട്ടെന്ന് ഇവളെ വിളിച്ചാണ് ഒരു വണ്ടി എടുത്തോണ്ട് പോവാ, ഞാൻ ഇവിടെ ഗ്യാങ്സിന്റെ അകത്താണെന്ന് പറഞ്ഞു. വെൽഫെയറിന്റെ ഗ്യാങ്സിന്റെ അകത്തായിരുന്നു. അപ്പൊ അവള് പെട്ടെന്ന് എടുത്തോണ്ട് വന്നതാണ്, മനസ്സിലായ? പെട്ടെന്ന് എടുത്തോണ്ട് അങ്ങനെ പെട്ടെന്ന് എടുത്തോണ്ട് വന്നത് ആരെ തെറ്റാണ്? അല്ല ബ്രോ, നമ്മൾ പെട്ടെന്ന് എടുത്തോണ്ട് പെട്ടെന്ന് എടുത്തോണ്ട് വന്നത് അപ്പൊ ആ സാഹചര്യത്തിൽ ശരിയാവോ വേറൊരാളുടെ വണ്ടി എടുക്കുന്നത്? നീ അങ്ങനെ എടുത്തോന്ന് വെക്കാം, അങ്ങനെ എടുത്താൽ തന്നെ ആ ആള് വന്നിട്ട് ആ വണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കണം എന്നുള്ള സാമാന്യ നമ്മൾ അങ്ങനെ കൊടുക്കുമായിരുന്നു ബ്രോ, നമ്മൾ കൊടുക്കുമായിരുന്നു. നമ്മൾ അപ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങി അടി വന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ വണ്ടി അവിടെ ഇട്ടിട്ട് നമ്മൾ പോയി. നമുക്ക് പ്രശ്നം സംസാരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ പോയത്, മനസ്സിലായോ? അവൻ വന്ന് വണ്ടി ചോദിച്ചു ബ്രോനോട്. ബ്രോ അവൻ വന്ന് വണ്ടി ചോദിച്ചു. ബ്രോ അതിനിടയിൽ നമ്മൾ വണ്ടി നിർത്തുന്നതിനിടയിൽ തന്നെ അപ്പൊ തന്നെ അടി തുടങ്ങി. വണ്ടിയുടെ ടയർ പൊട്ടി കഴിഞ്ഞിട്ടാ നീയൊക്കെ വണ്ടി കളഞ്ഞത്. പറഞ്ഞിട്ടേ വണ്ടി തന്നില്ലെങ്കിൽ കത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പറയാം ഇത്രേ ഉള്ളൂ കാര്യം മനസ്സിലാവണല്ലോ നിങ്ങക്ക്, മനസ്സിലായോ? ഇത് നാട്ടുകാരുടെ വണ്ടി എടുത്തോണ്ട് പോയിട്ട് നമ്മളൊരുമാതിരി പൂവിട്ട് പൂജിക്കണം എന്ന് പറഞ്ഞാൽ നടക്കണ കേസല്ല, മനസ്സിലായോ? ആ കൊച്ചു പറയണ കൊച്ചിനടുത്ത് വണ്ടി എടുത്തോണ്ട് പോലെ മര്യാദക്ക് സംസാരിക്കണം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അത് നടക്കണ കേസല്ല, അത് ആദ്യം മനസ്സിലാക്കും. നമ്മുടെ വണ്ടി എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയാണെങ്കിൽ നിങ്ങളുടെ ആൾക്കാരുടെ അടുത്ത് മര്യാദക്കല്ല സംസാരിക്കത്തുള്ളൂ. നമ്മുടെ വണ്ടി കട്ടോണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വെച്ച് തന്നില്ലെങ്കിൽ നമ്മൾ ആ രീതി തന്നെ സംസാരിക്കത്തുള്ളൂ, മനസ്സിലായോ? അപ്പൊ നിങ്ങളാണെങ്കിൽ അങ്ങനെ സംസാരിക്കത്തുള്ളൂ. അപ്പൊ അതിനകത്ത് പൂവിട്ട് പൂജിക്കണം, മറ്റേ മാലയിട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്തും ആയിക്കോട്ടെ, നമ്മുടെ വണ്ടി എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ഇത് ഈ കൊച്ചു ഒന്നാമത്തെ ആളല്ല ഇന്നത്തെ. ഇതൊരു 3-4 പ്രാവശ്യമായി നമ്മുടെ ഓരോരുത്തന്മാരുടെ വണ്ടി എടുത്തോണ്ട് പോകണം ഇങ്ങനെ. എന്നിട്ട് വന്ന് ഇങ്ങോട്ട് ഉണ്ടാക്കണേ. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നിങ്ങളല്ല ഇന്നത്തെ നിങ്ങൾ മാത്രമല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. എടാ ഇന്നത്തെ 3ാമത്തെ ആൾക്കാരാണ് നമ്മുടെ അടുത്ത്. അല്ല അത് മനസ്സിലായി, പക്ഷെ അതല്ല പറഞ്ഞു. നമ്മൾ അങ്ങനെ ഒരാളൊന്നും നമ്മൾ അതിന്റെ ഓണർ ഒന്ന് ചോദിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു സമ്മാനം ഒരേ തന്നെ ഇറങ്ങി കൊടുക്കുക. വണ്ടി അപ്പോഴത്തേക്ക് ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് ഇവർ അടിച്ചു തുടങ്ങി. അതാണ് നിന്റെ കൂടെ ഉള്ള ഒരു ഡയലോഗ് അടിച്ച് കഴിഞ്ഞ് അല്ലല്ല അവളെന്നെ സമ്മതിച്ചടാ. അത് അവള് സമ്മതിച്ച് ഇനി വേറെ വണ്ടി കട്ടോണ്ട് പോയാലും മാന്യമായിട്ട് സംസാരിക്കാൻ പറയരുത്. അത്രേ ഉള്ളൂ. നമ്മുടെ വണ്ടി കട്ടോണ്ട് പോയി കഴിഞ്ഞാൽ നമ്മള് മാന്യാവത്തില്ല. കുട്ടി ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് കെട്ടി തൂക്കാണ്ടിരുന്നത്. ഇല്ലേ കൊട്ടി തൂക്കിയാണ് ഉറപ്പായിട്ടും, മനസ്സിലായോ? അടിച്ച കൊണക്കി ബ്രോ. അത് വേറെ സീനൊന്നുമില്ല ബ്രോ, കിട്ടോ. ഇനി സസ്പെൻഷനാണ്, നമുക്കത് പറയാൻ പറ്റത്തില്ല. ബ്രോന്റെ പേരെന്താ? പെട്ടെന്ന് ട്രിഗർ ആകുമോ? മനസ്സിലായി. ഞാൻ പെട്ടെന്ന് ആ സിറ്റുവേഷൻ, ഞാൻ ആ ഗ്യാങ്സിന്റെ അകത്തായി പോയി. അതുകൊണ്ട് ഞാൻ ഇവിടെ കൈ പെട്ടെന്ന് വിളിച്ചത്, ഇല്ലെങ്കിൽ പറഞ്ഞേനെ. ചോദിച്ചാ തരൂടാ. എപ്പോഴും എല്ലാരും ഒരേ ഇതില് നിക്കണമെന്നില്ല.